അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസൂറ ബീവിയെ അവർ വധിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. അബ്ദുറഹിമാന്റെ കൂട്ടുകാർ അവനോട് പറഞ്ഞു, ഇപ്പോൾ ഈ രാജ്യത്തെ രാജാവ് നീയാണ്. അതുകൊണ്ട് ആ അസൂറയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പാകത്തിൽ കാരണങ്ങൾ ഞങ്ങളുണ്ടാക്കാം. കോടതിക്ക് മുമ്പിൽ വ്യഭിചാരിയായ സ്ത്രീയായി ഞങ്ങൾ അസൂറയെ എത്തിച്ചു തരാം. നീ അവളെ മരണം വരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിച്ചാൽ മാത്രം മതി. അതും പറഞ്ഞവർ പിരിഞ്ഞു. അങ്ങനെ അബ്ദുറഹിമാന്റെ കൂട്ടുകാരായ 4 പേരും നേരെ പോയത് അസൂറ ബീവിയുടെ വേലക്കാരനായ സെയ്ദിന്റെ അടുത്തേക്കാണ്. അവർ സെയ്ദിനോട് പറഞ്ഞു, സെയ്ദേ, നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് അബ്ദുറഹിമാൻ ചെറിയ പ്രശ്നത്തിലാണ്. അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ അബ്ദുറഹിമാന്റെ തല ഉണ്ടാക്കില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണം. ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ സെയ്ദിനോട് പറഞ്ഞു. അതുകൊണ്ട് അവളെ ചതിയിൽപ്പെടുത്താൻ നീ കൂട്ടുനിൽക്കണം. അപ്പോൾ അസൂറ ബീവിയുടെ വേലക്കാരൻ സെയ്ദ് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അവർ പറഞ്ഞു, അസൂറ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കും. അപ്പോൾ നീ മുൻവാതിലിന്റെ ലോക്ക് അഴിച്ചു മാറ്റണം. പുറത്തുനിന്ന് വാതിൽ തള്ളിയാൽ വാതിൽ തുറക്കുന്ന രൂപത്തിൽ ആക്കി വെക്കണം. എന്നിട്ട് ആരും കാണാതെ അസൂറയുടെ ബെഡ്റൂമിൽ ഒളിച്ചിരുന്നു. അസൂറ വുളു എടുത്ത് തിരിഞ്ഞു വന്നു തന്റെ ബെഡ്റൂമിൽ നിസ്കരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒളിച്ചിരുന്ന സെയ്ദ് അസൂറ ബീവിയെ കടന്ന് പിടിച്ചു. 2 പേരും ബെഡിലേക്ക് മറിഞ്ഞു വീണു. അവർ 2 പേരും പിടിയും ബഹളവുമായി. പെട്ടെന്ന് അബ്ദുറഹിമാന്റെ കൂട്ടുകാർ അവർ 4 പേരും പുറത്തുനിന്ന് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു. അപ്പോൾ അവർ കാണുന്ന കാഴ്ച, അബ്ദുറഹിമാന്റെ 4 കൂട്ടുകാരും വാതിൽ തള്ളി തുറന്നു വന്ന് നോക്കുമ്പോൾ കാണുന്നത് അസൂറ ബീവിയും സെയ്ദും തമ്മിലുള്ള പിടിവലിയാണ്. ഭർത്താവ് ഹജ്ജിന് പോയ അവസരത്തിൽ റാണിക്ക് ഭൃത്യനുമായി വീഴ്ചയോ? ആ കൂട്ടുകാരിൽ ഒരുത്തൻ പരിഹാസ സൂചകമായി ചോദിച്ചു, എന്റെ റബ്ബേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? അസൂറ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്. അംഗശുദ്ധി ചെയ്ത് നിസ്കാരത്തിനൊരുങ്ങിയ എന്റെ പിന്നിലൂടെ വന്ന് ബലാത്കാരത്തിന് ശ്രമിച്ച നീചനാണ് സെയ്ദ്. അപ്പോൾ സെയ്ദ് പറഞ്ഞു, അസൂറ പറയുന്നത് ശുദ്ധ കളവാണ്. അവർ എന്നെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി രഹസ്യവേഴ്ചയ്ക്ക് ആവശ്യപ്പെടുകയാണുണ്ടായത്. ആ 4 പേരും പറഞ്ഞു, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു പതിവ്രതയായ റാണി വന്നിരിക്കുന്നു. ഞങ്ങൾ ഇത് രാജാവിന് റിപ്പോർട്ട് ചെയ്യും. അരുതേ, എന്നെ അപമാനിക്കരുതേ, ഞാൻ നിരപരാധിയാണ് എന്ന് തുടങ്ങിയ യാചനയുടെ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് അസൂറ ബീവി അവരോട് പറഞ്ഞു. പക്ഷേ അവർ അത് സ്വീകരിച്ചില്ല. കൊട്ടാരത്തിലേക്ക് ഓടി അബ്ദുറഹിമാനെ വിവരമറിയിക്കാൻ ബീവി കരഞ്ഞു കരഞ്ഞ് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ സുജൂദിലായി വീണു. കേസ് കോടതിയിൽ എത്തി. രാജകീയ കോടതിയിൽ അസൂറ ബീവിയുടെ കേസ് വിചാരണയ്ക്ക് വന്നു. വ്യഭിചാരം ചെയ്യുന്നത് നേരിൽ കണ്ടു എന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന 4 സാക്ഷികൾ. അസൂറ ബീവി തന്നെ രഹസ്യവേഴ്ചയ്ക്ക് ക്ഷണിച്ചെന്നും താൻ അവരുമായി വ്യഭിചരിച്ചു എന്നും ആവർത്തിച്ചു പറയുന്ന സെയ്ദ്. ഏത് കോടതിക്കും അതിൽപരം എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ നിരപരാധിയാണ്, എന്നെ കരുതിക്കൂട്ടി ചതിച്ചതാണ് എന്നുള്ള കരിങ്കല്ലിനെപ്പോലും അലിയിക്കുന്ന രീതിയിലുള്ള ബീവിയുടെ അപേക്ഷകൾ കേൾക്കാൻ അവിടെ ആരും തയ്യാറായില്ല. തന്നെയുമല്ല, നീതി നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ് ന്യായാധിപൻ സ്ഥാനത്തിരിക്കുന്നത്. പക്ഷേ അയാളുടെ ആവശ്യം ബീവിയെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. പിന്നെങ്ങനെയാണ് മറിച്ച് ചിന്തിക്കുക? ഒരു ദാക്ഷിണ്യവും കാട്ടാതെ അബ്ദുറഹ്മാൻ വിധി പ്രഖ്യാപിച്ചു. ഇവിടെ അസൂറ ബീവി സെയ്ദ് എന്ന ഭൃത്യനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുന്നു. ആരാണ് പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അതിപ്പോൾ പ്രസക്തമല്ല. അസൂറ ബീവി വ്യഭിചാരം നടത്തി, അതാണ് പ്രശ്നം. ഇവിടെ പ്രതി രാജപത്നിയാണ്, വിശിഷ്യ എൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ്.
അതൊന്നും നീതി നടപ്പാക്കുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുകയില്ല. എൻ്റെ സഹോദരനാണെങ്കിൽ പോലും ഈ അവസരത്തിൽ മറിച്ചൊരു വിധി എഴുതാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, സെയ്ദ് എന്ന ഭൃത്യൻ അവിവാഹിതനായതുകൊണ്ട് തന്നെ അവനെ 100 അടി അടിച്ച് നാടുകടത്തുക. അടുത്ത വിധി പ്രഖ്യാപിക്കുവാൻ എനിക്ക് സങ്കടമുണ്ട്. അസൂറ ബീവി വിവാഹിതയാണ്. വിവാഹിതർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ മരിക്കുന്നത് വരെ കല്ലെറിഞ്ഞു കൊല്ലലാണ്. ആരെവിടെ? ഈ വിധികൾ ഉടൻ നടപ്പാക്കട്ടെ. ആ ക്രൂരഹൃദയൻ അബ്ദുറഹിമാൻ അട്ടഹസിച്ചു. വിധി കേട്ട് പ്രകൃതി പോലും കരഞ്ഞു. വിധി പ്രഖ്യാപനം കേട്ടപ്പോൾ അസൂറ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ നാട്ടുകാരെ, എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ഈ അസൂറ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവർ എന്നെ ചതിയിൽപ്പെടുത്തിയതാണ്. എൻ്റെ ഭർത്താവല്ലാത്ത ഒരു പുരുഷൻ അങ്ങനെ ചെറിയ ഒരു ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല. മഹതിയായ അസൂറ ബീവി എല്ലാം അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ഹദ് കുഴിയിലേക്ക് ഇറങ്ങി നിന്നു. ഉടനെ 2 പട്ടാളക്കാർ അസൂറ ബീവിയുടെ അരഭാഗത്ത് കയറുകൊണ്ട് കെട്ടിമുറുക്കി. ഏറുകൊള്ളുമ്പോൾ ഇരിക്കാതിരിക്കാൻ വേണ്ടി 2 പട്ടാളക്കാർ 2 ഭാഗത്തേക്കും പിടിച്ചു വലിച്ചു. ഉടൻ അബ്ദുറഹിമാന് പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു, ഹദ് കുഴിയിൽ ഇറക്കി നിർത്തിയിരിക്കുന്ന അസൂറയെ എറിഞ്ഞു കൊല്ലുക. അവൻ്റെ ആജ്ഞ കേട്ട് ഒരു പട്ടാളക്കാരൻ കയ്യിൽ കരുതിയിരുന്ന ഒരു കരിങ്കല്ല് കഷ്ണമെടുത്ത് അസൂറ ബീവിയുടെ തലയിലേക്ക് എറിഞ്ഞു. തല പൊട്ടി രക്തം ധാരയായി ഒഴുകി. എല്ലാവരുടെയും ശക്തിയായ ഏറുകൊണ്ട് അസൂറ ബീവി കുഴിയിലേക്ക് മറിഞ്ഞു വീണു. അസൂറ ബീവിയെ നോക്കാൻ കുറച്ച് പട്ടാളക്കാർ ഹദ് കുഴിയുടെ സമീപത്ത് കാവൽ നിർത്തി. അബ്ദുറഹിമാനും പരിവാരങ്ങളും ജനങ്ങളും പിരിഞ്ഞു. രാത്രിയുടെ അന്തിമയാമങ്ങൾ. ലോകം മുഴുവനും പുതപ്പിനടിയിൽ സുഖനിദ്ര കൊള്ളുന്ന സമയം. 4-5 പട്ടാളക്കാർ ഹദ് കുഴിക്ക് കണ്ണും തുറന്ന് കാവൽ നിൽക്കുകയാണ്. വൈകുന്നേരം നടന്ന ഭീകര സംഭവം ഓർത്ത് ആ പട്ടാളക്കാരുടെ കണ്ണുകൾ നിറയുകയായിരുന്നു. ഒരുപാട് ഹദ്ദ് അവർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലൊന്ന് ആദ്യമായിട്ടാണ്. രാജകുമാരിയായ അസൂറ ബീവി നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു പട്ടാളക്കാരൻ പറഞ്ഞു. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. മറ്റുള്ളവർ അങ്ങനെ ശരിവെച്ചു. പിന്നെങ്ങനെ ഇത് സംഭവിച്ചു? ഹദ് കുഴിയിൽ കൊണ്ടു നിർത്തിയ ബീവി ചുറ്റും കൂടിയ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും അവരുടെ കൺപടർപ്പുകളിൽ മുഴങ്ങി. ഞാൻ നിരപരാധിയാണ്. ഒരു തെറ്റും ചെയ്യാതെ എന്നെ വെറുതെ കൊലക്ക് കൊടുക്കുകയാണ്. തുടർന്ന് അവർ പറഞ്ഞു, എൻ്റെ പ്രിയങ്കരനായ ഭർത്താവ്, നിങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുള്ള രാജാവ് വന്നാൽ എൻ്റെ സലാം അദ്ദേഹത്തിന് പറയണം. ഞാൻ നിരപരാധിയാണ്.